ബുദ്ധിമുട്ടാണ് ഇതില്. ഇതിപ്പോ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുത്തി ഇളക്കിയതാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച്? ആ, പ്രത്യേകിച്ച് കാലിച്ചിരി പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പോലുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നടന്നു പോകാനായിട്ട്? ഹായ്, SP അരുളലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴക്കൂട്ടം വാർഡിൽ നടത്തിയിരിക്കുന്ന ശുചീകരണ പ്രവർത്തനം അത് കൂണിന്മേൽ കുരുവായി എന്ന് പറയേണ്ട അവസ്ഥയാണ്. അങ്ങനെ പറയാൻ കാരണം, കാലങ്ങൾക്ക് ശേഷമാണ് ഈ കഴക്കൂട്ടം നഗരത്തിലെ പ്രധാനപ്പെട്ട ഓടകളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്തത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ കാണണ്ടേ? ഇപ്പോൾ നാട്ടുകാർ വിചാരിക്കും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കഴക്കൂട്ടത്തെ AJ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള അമ്മൻകുട ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ദർശനം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് താഴെ കാണാം. ഓട കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ഈ JCB ഒക്കെ കൊണ്ടുവന്ന് കുത്തി ഇളക്കി ആണ് ക്ലീൻ ചെയ്തത്. ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ മനുഷ്യന് കുരുവായി മാറുമെന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് നോക്കിയേ, ഓടയുടെ അവസ്ഥയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. അതായത് ഈ AJ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് കടന്നു വരുമ്പോൾ വളരെ ഇടുങ്ങിയ ഒരു റോഡാണ്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടും നടക്കാനായിട്ടൊരു ചെറിയ സ്പേസ് മാത്രമാണ് ഈ ഓടയുടെ പുറത്തൂടെ ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ നോക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് റോഡ് ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് നടന്നു പോകുന്നവർക്ക് വണ്ടി തട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അവിടെയാണ് നോക്കൂ, രാത്രി കാലങ്ങളിൽ ആൾക്കാർ അപകടത്തിൽപ്പെടാൻ പറ്റുന്ന രീതിയിൽ. ഇത് ഇവിടെ മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓട മുഴുവൻ കുത്തി ഇളക്കിയെടുത്ത് പല സ്ലാബുകളും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇട്ടിട്ടുമില്ല. അതാ നോക്കിയാൽ നടന്നു പോയ ഇതിൻ്റെ ഇടയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ എല്ലാത്തരം മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ഇതുണ്ടോ, പലർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പ്രായമായവരുണ്ട്. അവർക്ക് നടക്കാൻ ഈ റോഡ് നോക്ക്, ഈ വാഹനം കടന്നു പോകുന്ന റോഡ് ഇതാണ്. നോക്കൂ, ഈ ഒരു ചെറിയ റോഡാണ്, ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റോഡാണ്. അതിൽ ഈ പെഡിസ്ട്രിയൻസിന് അല്ലെങ്കിൽ കാൽനടക യാത്രക്കാർക്ക് വേണ്ടി ഇത്ര ഒരു സ്പേസ് ആണുള്ളത്. ആ സ്പേസിൻ്റെ ഇടയിൽ ഇത് ഇപ്പം ഞാൻ നടക്കുന്ന സ്ലാബ് ഇളക്കാൻ പറ്റാതെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഒരു സംഭവത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ അതിലെന്തുണ്ടാകണം? അത് തിരിച്ച് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, സ്ലാബുകൾ കുത്തി ഇളക്കി എല്ലാം പൊട്ടി തകർന്ന് ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നോക്കൂ, ദുരന്തമായി മാറിയിട്ടുണ്ട്. ഒന്ന് കണ്ണ് പിഴയ്ക്കുകയോ ഫോണിലെങ്ങാനും ശ്രദ്ധിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കാല് ഇതിൻ്റെ അകത്താകുന്ന അവസ്ഥ. ഇത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കൃത്യമാണോ എന്ന് നോക്കാൻ കൂടി ആരെങ്കിലും വേണ്ടേ? അല്ലേ? ഓ, എങ്ങനെയാണ് ഇത്? കണ്ടോ, ഇത് ഓട കണ്ടോ? എന്താണ് നടന്നു പോകുന്ന ഒരു അവസ്ഥ? എന്താണ്? ഇതിപ്പോ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുത്തി ഇളക്കിയതാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച്? ആ, പ്രത്യേകിച്ച് കാലിച്ചിരി പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പോലുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നടന്നു പോകാനായിട്ട്? അല്ലേ? അതെ, കണ്ടോ, ഇതുവഴി നടന്നു പോകുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരാണ് ഇതൊക്കെ നോക്കി നടത്തേണ്ടവർ? ഈ പറയുന്ന ഒരു സംവിധാനത്തെ ശരിയായ, അതായത് ശുചീകരണ പ്രവർത്തനം ചെയ്ത നല്ല കാര്യം. പക്ഷെ അതിനുശേഷം ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു പരിതാപകരമാണ്. ഇതാരാണ് അതിനുശേഷം? ഓക്കെ, അപ്പോൾ ഇതിനുശേഷം ആരാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി പിടിച്ചിട്ടത് ഒന്ന് വിലയിരുത്തിയത് ആരാണ് എന്നത് നമുക്ക് ഒന്ന് നോക്കേണ്ട കാര്യമാണ്. എന്തൊരു കാര്യം, എന്തെങ്കിലും അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ലാബുകൾ കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിക്കുന്ന സഹായം ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ ചെയ്തൊരു പ്രവർത്തനം അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ വിനയായി മാറാൻ പോവുകയാണ്. ഇത്തരം അവസ്ഥകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഉപകാരങ്ങളെക്കാൾ ഉപദ്രവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ ഈ അനാസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ചെയ്ത പ്രവർത്തനം ഒരു ശുചീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ ചെയ്തത് ഇപ്പോൾ കാൽനട യാത്ര കഴിക്കുന്നിടത്തോളം ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല സ്ലാബുകളും പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. അത് മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ആരുടെയെങ്കിലും കാലൊടിഞ്ഞതിന് ശേഷം ഓടി വന്ന് സ്ലാബുമായിട്ട് വരികയല്ല വേണ്ടത്. സംഭവിക്കുന്നതിന് മുന്നോട്ട് അത് പരിഹരിക്കുകയാണ് അടിയന്തരമായി വേണ്ടത്.
പോകാൻ ബുദ്ധിമുട്ടാണ് ഇതില്. ആ ഇതിപ്പോ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുത്തി ഇളക്കിയതാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച്? രാത്രിക്കെതിരെ പോകാൻ ബുദ്ധിമുട്ട്. ഇവിടെ കാലൊക്കെ തട്ടും. ആ പ്രത്യേകിച്ച് കാലിച്ചിരി പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പോലുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നടന്നു പോകാനായിട്ട്?